ഒരു റഫറിയേക്കാൾ കൂടുതൽ നന്നായി പന്തുകളി നിരീക്ഷിക്കുന്നത് ഗോളിയാണ്. ആക്രമണത്തെയും പ്രതിരോധത്തെയും അയാൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നു. പെനാൽറ്റി ബോക്സിൻ്റെ സീമ ലംഘിച്ചു വരുന്ന എതിരാളിയെ മെയ്യും മനസ്സും മറന്ന് അയാൾ പ്രതിരോധിക്കുന്നു. ആക്രമണത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഗോളിയുടെ അവസ്ഥ അതിദയനീയമാണ്. പലപ്പോഴും ക്രൂശിക്കപ്പെടുന്ന ദൈവപുത്രനാണ് ഗോളി. എഴുപതുകളിലെ ഇന്ത്യൻ ഫുട്ബോളിലെ പറക്കും ഗോളി ശ്രീ കെ പി സേതുമാധവൻ. ശ്രീ കെ പി സേതുമാധവൻ്റെ കായിക ജീവിതത്തിലൂടെ ഒരു യാത്ര. 1948 ഏപ്രിൽ 27 KM ദാമോദര പണിക്കരുടെയും KP ജാനകി അമ്മയുടെയും 5ാമത്തെ മകനായി കോഴിക്കോട് ജനിച്ചു. ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിനുശേഷം സെയിൻറ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ നിന്നും പ്രീ ഡിഗ്രി പൂർത്തിയാക്കി. ഈ കാലഘട്ടങ്ങളിൽ മലബാർ ഫുട്ബോളിലെ സജീവ സാന്നിധ്യമായിരുന്നു ശ്രീ KP സേതുമാധവൻ. ക്രിസ്ത്യൻ കോളേജിലെ രസതന്ത്ര ബിരുദ പഠനകാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിന്റെ ക്യാപ്റ്റനായി. പിന്നീട് പ്രീമിയർ ടയേഴ്സിലൂടെ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്ത് സജീവമായി. 1979 NIS എടുത്ത ശേഷം വിവിധ പ്രൊഫഷണൽ ക്ലബ്ബുകളുടെ പരിശീലകനായി. ഇന്ത്യൻ ഫുട്ബോൾ പരിശീലന രംഗത്ത് അതിനൂതനമായ ഒരു അധ്യായം KP സേതുമാധവൻ എഴുതി ചേർത്തു. വെൽക്കം ടു ട്രാക്ക് ആൻഡ് ഫീൽഡ്. എങ്ങനെയാണ് താങ്കൾ ഒരു ഗോളിയായി മാറിയത്? എല്ലാ കുട്ടികളുമാരും പണ്ട് ചെറുപ്പകാലത്ത് എല്ലാ കളിയിലും ഏർപ്പെടുകയായിരുന്നു. അന്ന് ഗോളിയല്ലാതെ സെൻട്രൽ ഫോർവേഡ് ബാക്ക് അങ്ങനെയാണോ കളി തുടങ്ങിയത്? അങ്ങനെ അന്നൊന്നും ഞങ്ങൾക്കൊരു ധാരണയൊന്നുമില്ല. കളിക്കുക, ഫുട്ബോൾ കളിക്കുകയാണെന്നുള്ളത് മാത്രമായിരുന്നു. അത്യധികമായിട്ട് അതാണ് മാത്രമായി ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ അതെല്ലാം ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും അന്നത്തെ സ്പെഷ്യലൈസ് ചെയ്ത കോച്ച് ആ കാലഘട്ടങ്ങളിലില്ല. താങ്കൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ നിന്നല്ലേ ശരിക്കും ഇവിടെ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ? അതെ, ക്രിസ്ത്യൻ ഹൈസ്കൂളിൽ. ആ കാലഘട്ടത്തിലാണോ കളി ശരിക്കും ഒരു പന്ത് കളി? അതായത് ഫുട്ബോൾ കളിയിൽ തുടക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ചെറിയൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സമപ്രായക്കാരായ കുട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു ക്ലബ്ബ് രൂപീകരിക്കും. ആ ക്ലബ്ബ് പല കളിയിലും ഏർപ്പെടുകയായിരുന്നു. അതിന് കൂടെ ഫുട്ബോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുട്ബോളിൻ്റെ കളിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതല്ല, മറ്റുള്ള ഞങ്ങളുടെ അതേ സെയിം ഏജ് ഗ്രൂപ്പുള്ള കൂട്ടായിട്ട് പോയി മാച്ച് കളിക്കുക. പിന്നെ അവിടെ തന്നെ ഞങ്ങൾ കളിക്കുക. ഈ ടീം തന്നെ പല ഗെയിമിലും ഇൻവോൾവ് ആവും. ഈ ക്രിക്കറ്റ്, ഹോക്കി, സ്വിമ്മിങ്. കാരണം ഞങ്ങൾ കുളങ്ങളുണ്ടായിരുന്നു ഇഷ്ടംപോലെ. അങ്ങനെ ഗെയിമുകളൊക്കെ ഏർപ്പെടുന്ന ഈ ഫുട്ബോൾ കളിയായിട്ട് അത്രത്തോളം വലിയ അറ്റാച്ച്മെന്റ് അന്നും ഇല്ലായിരുന്നു. പക്ഷെ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ഗോളി എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വരുന്നത്? അത് ഭയങ്കര ഒരു സംഭവം. ചെറുപ്പം മുതൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നോ അതോ എത്തിപ്പെട്ടതോ? ഈ ആഗ്രഹം ശരിക്കും എനിക്ക് മനസ്സിൽ വരാൻ തോന്നുന്ന കാരണം ഒന്ന്, ഞാൻ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വൈകുന്നേരം ആകുമ്പം ഡേ ബോൾ എന്ന് പറഞ്ഞിട്ടൊന്നും തരും. ഡേ ബോൾ? അതെന്താ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ വന്നിട്ട് ബോൾ തന്നിട്ട് കളിച്ചോളാൻ പറയും. ഓക്കെ. അദ്ദേഹം റൂം പൂട്ടി പോകും. അതിനുശേഷം ഞങ്ങൾ അടുത്ത ഒരു 5-5:30 മണിയാകുമ്പോൾ മടങ്ങി വരുമ്പോൾ ബോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ആരാണ് ബോൾ മേടിക്കുന്നത് അവർ തന്നെ തിരിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ബോൾ മേടിച്ച് ഞങ്ങൾ അവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കും, ക്രിസ്ത്യൻ കോളേജ്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ബോൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഫിസിക്കൽ ഡയറക്ടർ വന്നപ്പം അയാൾ പറഞ്ഞു, ഇങ്ങനെ സന്തോഷ് ട്രോഫി 60കളിൽ കോഴിക്കോട് നടന്ന സന്തോഷ് ട്രോഫി, ആദ്യത്തെ സന്തോഷ് ട്രോഫി. ആദ്യത്തെ സന്തോഷ് ട്രോഫി, അതെ, കാലിക്കറ്റ് നടന്ന ആദ്യത്തെ സന്തോഷ്. ആ സന്തോഷ് ട്രോഫിയിൽ കുറേ ബോൾ പിക്കേഴ്സിന് വേണം. അതിനാരെല്ലാം പോകാനുള്ളത്. അപ്പോൾ എല്ലാവരും കൈ കുന്തിച്ചു. കുറേ കുട്ടികളുണ്ടായിരുന്നു കൂടെ നിൽക്കുന്നു. പക്ഷേ അന്ന് ആ ഫിസിക്കൽ PT മാഷ് വന്നിട്ട് 4-5 പേര് പറഞ്ഞ് നിങ്ങൾ പോയിക്കൊള്ളാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ 4-5 പേര് അവിടേക്ക് പോവുക. പിറ്റേ ദിവസം രാവിലെയാണ് ഈ സെലക്ഷൻ ട്രയൽസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ രാവിലെ എത്തുമ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു 10-500 കുട്ടികൾ. ശരിക്കും ഈ ബോൾ പിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് കളീനെ പറ്റി യാതൊരു ധാരണയൊന്നും വേണ്ടല്ലോ. ശരിക്കും കളീൻ്റെ ധാരണ വേണ്ട. അന്ന് ഇന്നത്തെ മാതിരി നമ്മളെ ഒരുപാട് ബോളുകളൊന്നുമില്ല. 2 ബോളോ മാക്സിമം ഒക്കെ ഉണ്ടാവും. ഏത് ഈ മേജർ ടൂർണമെന്റ്? അതെ. ഇതൊക്കെ ഈ കുറേ ഒരു ചുരുങ്ങിയ കാലത്തിന് മുന്നേ വന്നാണ് ഈ ബോൾ പിക്കേഴ്സ് എല്ലായിടത്തും ഓരോ ബോൾ വെച്ച് കളിയെ കൂടുതൽ ലൈവ്ലി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഡിലേ വരാതിരിക്കാൻ വേണ്ടി അത് അവർ ഒരുപാട് കൺസൾട്ടേഷൻ ഈ പ്ലേയേഴ്സ് കളിക്കാരൊക്കെ തീരുമാനിച്ചിട്ട് കളിയുടെ സമയം കൂടാൻ വേണ്ടി, ദൈർഘ്യം കൂട്ടാൻ വേണ്ടിയിട്ട്. പൊതുവെ പറഞ്ഞാൽ 45 മിനിറ്റിൽ കളിയുന്ന ഒരു ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഈ ഫോറിനിലെല്ലാം കളിക്കുന്ന സമയത്ത് 25-30 മിനിറ്റേ കളിക്കണ്ടായിരുന്നു ആ സമയം. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 15 മിനിറ്റ്. ബാക്കിയുള്ള സമയത്തെല്ലാം ബോൾ പുറത്തേക്ക് പോവുക, എടുത്ത് ത്രോ ചെയ്യുക, ഔട്ട് പോവുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ചുരുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരുപാട് ബോൾ പിക്കേഴ്സും വെക്കും, കൂടാതെ ബോളും ഉണ്ടാകും. ഇപ്പം അന്ന് ബോൾ ഏത് ഭാഗത്താണ് പോകുന്ന അയാൾ പോയി ആ ബോളിന് എടുത്തുകൊണ്ടിരണം. 2 ബോളല്ലേ ഉള്ളൂ. അങ്ങനെ അന്ന് അവിടെ ചെന്നപ്പോൾ 10-500 പേര്
സെലക്ഷന് വേണ്ടി വന്നിട്ടുണ്ട്. ഈ ബോൾ പിക്കേഴ്സ് ആയിട്ട് മാത്രം? ബോൾ പിക്കേഴ്സിന് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വന്ന് അവരെ സെലക്ഷൻ നോക്കിയപ്പം ഇത് ശരിക്കും ഈ ബോൾ പിക്കേഴ്സ് ആയിട്ട് നമ്മൾ അന്ന് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും വരുമാനമോ? ഒന്നുമില്ല, കളി കാണാം, കളി വളരെ അടുത്ത് നിന്ന് ഫ്രീ ആയിട്ട് കാണാം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പം ഗോൾ കീപ്പർ നിൽക്കാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. പൊതുവെ ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഗോൾ കീപ്പർക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പർ പോസ്റ്റിൽ കളിക്കുന്ന തീരെ കളിയോട് അത്ര സ്കില്ലില്ലാത്ത ആൾക്കാരെ ഗോളി നിൽക്കട്ടെ, അതെ ഗോളി നിൽക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അന്ന് സെലക്ഷൻ വന്ന കൂട്ടിൽ ഒരു ഗോൾ കീപ്പർ മാത്രം അദ്ദേഹം ഗോൾ കീപ്പർ നിൽക്കാമെന്ന് പറഞ്ഞു. മറ്റുള്ള ഗോൾ കീപ്പർ മറ്റേ ഭാഗത്ത് ഗോൾ കീപ്പർ നിൽക്കാനില്ല. അപ്പോൾ ഞാൻ കുറേ നേരം കളിച്ചപ്പോൾ എനിക്ക് തോന്നി സെലക്ഷനൊന്നും കിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഗോൾ കീപ്പറായത്. അതെങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്? അത് ഞാൻ പറഞ്ഞു ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ. ഈ 5-6 വയസ്സിലൊക്കെ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അന്നും ഞങ്ങൾ ഈ ബോൾ പിക്കർ എന്ന് പറഞ്ഞാൽ ബോൾ പുറത്തേക്ക് പോകുമ്പം ബോൾ എടുത്തു കൊടുക്കുക, കളി കാണാൻ വലിയ അന്നത്തെ ഞങ്ങളൊക്കെ ആരാധിച്ചിരുന്ന തങ്കരാജ്, നാരായണൻ, മുസ്തഫ എന്നുള്ള കളിക്കാരുടെ കളി കാണുക എന്നുള്ള കണ്ണൂരിലെ അതെ. കേരളത്തിന് വേണ്ടി അന്ന് കേരളം 3rd പ്ലേസ് വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളം സന്തോഷ് ട്രോഫിയുടെ 3rd പ്ലേസിൽ വരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു ഗോൾ കീപ്പർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കപ്പോൾ എന്താ വെച്ചാൽ ഈ ബോൾ പിക്കേഴ്സിന് അവർ ഒരു വേറെ എവിടെയും ഇല്ലാത്തൊരു സൗകര്യം ചെയ്തിരുന്നു. കളി തുടങ്ങുന്നതിൻ്റെ ഒരു 10-20 നിമിഷം മുന്നേ ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങും. 2 ടീമായിട്ട് 22 പേരുണ്ടായിരുന്നു. 2 ടീമായി പിരിച്ച് കളിപ്പിക്കായിരുന്നു. വെറുതെ 10-15 മിനിറ്റ് കളിക്കും. അപ്പോഴേക്കും മറ്റേ ടീം വരുമ്പോൾ ഞങ്ങളെല്ലാം വിഡ്രോ ചെയ്ത് പോയി സൈഡിൽ പോയി നിൽക്കും. അപ്പോൾ ഈ കളിയിൽ കൂടിയാണ് ഇങ്ങനെ ഞാനൊരു ഗോൾ കീപ്പർ എന്നുള്ളതിലേക്ക് സ്കൂൾ ലെവലിൽ അറിയാൻ തുടങ്ങി. അങ്ങനെ അവിടെ ജൂനിയർ ലെവലിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇൻ്റർ സ്കൂൾ നടക്കുമ്പം എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ആ സെലക്ഷനോടുകൂടെ ഞാൻ ടീമിൽ വരുന്നു. പിന്നെ അതുകൂടാണ്ട് ഞാൻ നാവൽ NCCയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നാവൽ NCCക്ക് ടീമുണ്ടായിരുന്നു. ഞങ്ങൾ ക്യാമ്പൊക്കെ പോയിരുന്നു. ആ ക്യാമ്പിൻ്റെ അവസരത്തിൽ അവിടെ ക്യാമ്പേഴ്സ് തമ്മിലൊരു കളി ഉണ്ടായിരുന്നു. അങ്ങനെ ഗോൾ കീപ്പറായി സീനിയർ ടീമിലേക്ക് വന്നു. സീനിയർ ടീമിൽ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിവിടെ കാലിക്കറ്റ് ആദ്യമായിട്ട് മാതൃഭൂമി ട്രോഫി എന്ന് പറഞ്ഞിട്ട് ജൂനിയർ കളിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങി. അങ്ങനെ ഞാൻ ഇവിടെ റൈഡേഴ്സ് ക്ലബിന് വേണ്ടി കളിച്ചു. അതെ. ആ കളി ആദ്യത്തെ വർഷം, 2ാമത്തെ വർഷം ഞാൻ അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാതൃഭൂമി ട്രോഫി വിൻ ചെയ്തു. അപ്പോൾ കൂടുതൽ എനിക്ക് ഈ ഫുട്ബോൾ ഗോൾ കീപ്പർ അന്നും വളരെ പ്രത്യേകമായിട്ട് ഗോൾ കീപ്പറുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നും കിട്ടിയിട്ടൊന്നുമില്ല. അന്ന് കോച്ചിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ പറയുന്നവർ ഞാൻ പരിശീലനം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കിട്ടിയില്ല. പിന്നെ വന്നിട്ട് ഞാൻ ജൂനിയർ സ്റ്റേറ്റ് ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി. ഈ ഡിസ്ട്രിക്ട് ജൂനിയർ ടീമിൽ കളിച്ചു. അങ്ങനെ ജൂനിയർ ഡിസ്ട്രിക്ട് ടീമിൽ നിന്ന് ഞാൻ ക്യാമ്പിലേക്ക് വന്നു. ക്യാമ്പിൽ വന്നാണ് ഒളിമ്പ്യൻ റഹ്മാൻ എന്ന് പറഞ്ഞ കോച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണം കിട്ടി. കൂടാതെ അന്നത്തെ ഒരു കോഴിക്കോട്ട് ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു, ബിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളൊക്കെ ബിച്ചുക്കാന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ ശിക്ഷണം. അന്ന് ഈ ശിക്ഷണം എന്ന് പറയുന്നത് അവർ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ. ഈ വായിച്ചിട്ടുള്ള അറിവ് വേറെ ഒന്നും സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഒന്നുമില്ല. അപ്പം അവർക്ക് ഈ മറ്റുള്ള അവരെ സീനിയേഴ്സിൽ നിന്ന് കിട്ടിയ അറിവ് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്ട് എങ്ങനെയാണ് അതിൻ്റെ ബോൾ പിടിക്കേണ്ടത് അല്ലെങ്കിൽ എന്താ പോകണമെന്നൊന്നും അങ്ങനത്തെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. അതിനുശേഷം താങ്കളുടെ സ്കൂൾ ജീവിതത്തിന് ശേഷം താങ്കൾ ഇപ്പം ഈ നിൽക്കുന്ന ഗ്രൗണ്ടായ ദേവഗിരി കോളേജിൽ ചേർന്നു. താങ്കളുടെ കളിയെ രൂപപ്പെടുത്തുന്ന ഈ ഗ്രൗണ്ട് ദേവഗിരി കോളേജിനും അതും കാരണം ദേവഗിരി കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ജൂനിയർ സ്റ്റേറ്റ് കളിക്കുന്നത്. അന്ന് അതുമല്ല ദേവഗിരി കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ കോളേജ് ടീമിൻ്റെ ക്യാപ്റ്റനാക്കി. സാധാരണ എവിടെയും സംഭവിക്കാത്ത ഒരു സംഗതിയായിരുന്നു. വളരെ റെയറായിട്ട്. കാരണം ഞാൻ സ്റ്റേറ്റൊക്കെ കളിച്ചുകൊണ്ട് എന്നെ സീനിയർ കോളേജ് ടീമിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായി. ഇവിടെ അന്ന് ഫിസിക്കൽ ഡയറക്ടറായിരുന്ന ശേഖര മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് എന്നോട് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു. കോളേജിനെ വന്നിട്ട് അത്ലറ്റിക്സ് റിപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോൾ വാൾട്ട് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഇവൻ്റ് ആയിരുന്നു. പോൾ വാൾട്ടും ഹൈ ജമ്പും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ശേഖര മാഷ് എന്നെ ക്യാപ്റ്റനാക്കി 2nd ഇയർ. പിന്നെ ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നത് ക്രിസ്ത്യൻ കോളേജിലാണ്. അത് അവിടെ ഈ ദേവഗിരിയിൽ പഠിക്കുന്ന സമയത്തല്ല താങ്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്നത്? അല്ലല്ല, അത് ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നത്. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോം ചെയ്തില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുന്നത് 68ലാണ്. അപ്പോൾ അന്ന് 68 ഫോം ചെയ്ത് ടീം
അന്ന് വെറും 90 ദിവസമായിരുന്നുള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോം ചെയ്തത് വെറും 90 ദിവസം. അന്ന് ആദ്യമായിട്ടൊരു ടീമിനെ പറഞ്ഞയക്കുന്നത്. അതും ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടെന്നുള്ള ഒരു തീരുമാനമൊക്കെ ആയിരുന്നു. അവസാന നിമിഷത്തിൽ ഒരു പബ്ലിസിറ്റി കിട്ടുമല്ലോ, നമ്മുടെ യൂണിവേഴ്സിറ്റി തുടങ്ങിയെന്നുള്ള പേരിൽ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കാൻ വേണ്ടി അവർ സെലക്ഷൻ നടത്തി. അങ്ങനെ ആ സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ടൈം സൗത്ത് സോൺ വിൻ ചെയ്ത് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നത്. അന്ന് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിനെ ഫൈനലിൽ തോൽപ്പിച്ച് അന്ന് വലിയ പ്രമുഖ എല്ലാ ടീമുകളും കേരള ഉണ്ടായിരുന്നു, മദ്രാസ് യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ, അങ്ങനെ എല്ലാ ടീമുകളും ഭയങ്കര ഉഗ്രൻ ടീമുകളായിരുന്നു. അവരെല്ലാം തോൽപ്പിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളരെ ചരിത്രമായൊരു വിജയം നേടിയിരുന്നു. ഈ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണോ താങ്കൾ പ്രീമിയർ ടയർസിലേക്ക്? അതെ, ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ കെമിസ്ട്രി, അതൊക്കെ എൻ്റെ പാരൻസിൻ്റെ വലിയൊരു അഭിലാഷമായിരുന്നു എന്നെ ഡോക്ടറാക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി, പരാജയപ്പെട്ടു. വീണ്ടും BSc കെമിസ്ട്രി എടുത്ത് പഠിപ്പിച്ചു. അപ്പോൾ വീണ്ടും പോകാനുള്ള ഒരു ചാൻസ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ച്. പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്കിപ്പോൾ ഫുട്ബോളിൽ അന്ന് കുറേ കൂടി ഇൻവോൾവ് ആയി കഴിഞ്ഞിരുന്നു. അപ്പം ഫുട്ബോൾ അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായി, ഡിസ്ട്രിക്ട് ടീമിൻ്റെ ക്യാപ്റ്റനായി. അങ്ങനെ വന്ന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ പ്രീമിയർ ടയർസിൽ പോയി ജോയിൻ ചെയ്തു. ശരിക്കും താങ്കളുടെ ഒരു കരിയർ ഗ്രാഫ് ഉയരുന്നത് പ്രീമിയർ ടയർസിൽ? തീർച്ചയായും. കാരണം എക്സ്പോഷർ, മറ്റേത് കോളേജ് ലെവലും സ്കൂൾ ലെവലും കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ. ഞാനിവിടെ നാഗജി ട്രോഫിക്കും വേറെ നെഹ്റു ട്രോഫിക്കും ഒക്കെ കളിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലബിന് വേണ്ടി ഞങ്ങളിവിടെ ഡിസ്ട്രിക്ട് ലീഗ് ചാമ്പ്യൻസ് ആയപ്പോൾ ആ ടീമിന് വേണ്ടിയിട്ട് ഈ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും കൂടെ ഒരു ടീം നിലയ്ക്ക് കംപ്ലീറ്റ് അതിനായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയി കളിക്കുന്നത് ആദ്യമായി പ്രീമിയർ ടയർസിനാണ്. ശരിക്കും ശാസ്ത്രീയമായ താങ്കളുടെ ഫുട്ബോൾ പരിജ്ഞാനം അതും അവിടെയും ഞങ്ങൾ ഒളിമ്പ്യൻ റഹ്മാൻ കയറുന്നു അന്ന് അവിടുത്തെ ഞങ്ങളുടെ കോച്ച്. അപ്പോൾ ആ കോച്ചിൻ്റെ കീഴിൽ ഞങ്ങൾ ഭയങ്കര ഹാർഡ് ട്രെയിനിങ് ആയിരുന്നു. അതിൽ ഞങ്ങളെല്ലാ കളിക്കാരും ഒരുവിധം ഞങ്ങളെ ഒരുപക്ഷെ കേരള ചരിത്രത്തിൻ്റെ ആദ്യമായിരിക്കും 11 കളിക്കാർ സന്തോഷ് ട്രോഫി 73 സന്തോഷ് ട്രോഫി വിൻ ചെയ്യുമ്പോൾ പ്രീമിയർ ടയർസിലെ 11 കളിക്കാരുണ്ടായിരുന്നു. 11 കളിക്കാരും സന്തോഷ് ട്രോഫിയിൽ പ്രീമിയർ ടയർസിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ കാരണം വെച്ചാൽ അത്രത്തോളം നല്ല പ്രാക്ടീസും കുട്ടികളെല്ലാം വന്ന് യങ് ആയിരുന്നു. ഞങ്ങളൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കളിച്ച് ആ ട്രെയിനിങ് എല്ലാം കിട്ടിയപ്പോൾ എല്ലാവരും നല്ല, അതിനകത്ത് വളരെ ഫേമസ് ആയ കളിക്കാരാണ് CC ജേക്കബ്, പൗലോസ്, വിക്ടർ മഞ്ചില. ഞങ്ങൾ 2 ഗോൾ കീപ്പർ, ഇന്റർനാഷണൽ ഗോൾ കീപ്പർ ഒരേ ടീമെന്ന് പറഞ്ഞു. ഒരേ ടീമെന്ന് അത് വളരെ ഒരു ചരിത്ര സംഭവമാണ്. കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു ടീമിന് 2 ഇന്റർനാഷണൽ ഗോൾ കീപ്പർ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. വിക്ടർ മഞ്ചിലും ഞാനും ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളാരും ഇന്റർഫിയർ ചെയ്യാറില്ല. ഞങ്ങൾ തീരുമാനിക്കുക ആരാണ് എവിടെയാണ് കളിക്കേണ്ടതെന്ന്. ഏത് പണ്ടത്തെ പല കളിക്കാരും പറയുന്നത് അവർ ആരാണ് ഗോളി നിൽക്കാന്ന്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴോ അത് ഞങ്ങൾ അത് കോച്ച് ഞങ്ങളും വിക്ടർ മഞ്ചിനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഞങ്ങൾ തീരുമാനിക്കും ഇന്ന് കോഴിക്കോട് ഞാൻ കളിക്കും, തൃശ്ശൂർ വിക്ടർ കളിക്കും, കൊല്ലത്ത് വിക്ടർ കളിക്കും, ട്രിവാൻഡ്രത്ത് ഞാൻ കളിക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലെങ്കിൽ അവൻ കളിക്കും, അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈഗോ പ്രോബ്ലം അല്ലെങ്കിൽ വേറെ ടീമിൽ പോകണമെന്നുള്ളൊരു ആശയമൊന്നും അന്ന് മനസ്സിലുണ്ടായിരുന്നില്ല. പല ഓഫറുകളും വന്നിരുന്നു. പക്ഷേ ഈ ടീം വിട്ടു പോകാൻ അത്രത്തോളം ഒരു കുടുംബമാരി, അതെ, ഞങ്ങളെല്ലാം ഒരുമാതിരി കളിച്ച് വളർന്നാണല്ലോ. ആ ആത്മബന്ധം ഞങ്ങൾ ഇപ്പോഴും വളർന്നുണ്ട്. ഇപ്പോൾ ഈ പ്രീമിയർ ടയർസിൻ്റെ ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ വാടാനപ്പള്ളിയിൽ വെച്ചിട്ട് കഴിഞ്ഞ 3 മാസം മുന്നേ നടക്കുകയുണ്ടായി. അതൊരു എല്ലാ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി വന്ന് അവിടെ കൂടിച്ചേരലുണ്ടായി. അപ്പോൾ അതൊക്കെ ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പം അത് വിട്ടിട്ട് അതുകൊണ്ട് ടീം വിട്ടിട്ട് പോകാനുള്ള ഒരു പല ഓഫറുകൾ വന്നിട്ടും ഈസ്റ്റ് ബംഗാളും സെൻട്രൽ എക്സൈസ് ബാങ്കുകൾ ടീമെല്ലാം വിളിച്ചിട്ടും പോവാതെ ഇവിടെ തന്നെ നിൽക്കാനുള്ള ഒരു കാരണം അതായിരുന്നു. ഫുട്ബോൾ ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുക്കാൻ എപ്പോഴാണ് താങ്കൾക്ക് കോൺഫിഡൻസ് കിട്ടിയത്? ഞങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന് പ്രത്യേകിച്ച് ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ആ കൂടി ഉണ്ടായിരുന്നത് കൽക്കട്ടയിലാണ്. അപ്പം എല്ലാ പാരൻസിൻ്റെ മാതിരി ആങ്സൈറ്റി ഞങ്ങളുടെ പാരൻസിനുണ്ടായിരുന്നു, എൻ്റെ പാരൻസിനുണ്ടായിരുന്നു. കാരണം കളിച്ച് കിടന്നാൽ ഭാവി എന്താവും എന്നുള്ളത് ഒരു ജോലിക്കാണ്. അതെ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം, അതാണ് ആദ്യം ലക്ഷ്യം. അപ്പോൾ ഈ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ കൽക്കട്ടയിൽ പോയി കളിച്ച് അവിടുന്ന് പൈസ സമ്പാദിക്കും. പക്ഷേ ഇന്നത്തെ മാതിരിയുള്ള ഒരു പണമിടപാടുകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഈ പ്രൊഫഷണലിസത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുമല്ല, അന്ന് കൽക്കട്ടയിൽ കളിക്കുന്ന കളിക്കാർക്കൊക്കെ ഈ പ്രൊഫഷണലാണെങ്കിൽ കൂടെ അവർ ഓരോ സ്ഥാപനത്തിൽ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിരുന്നവർ. പല ക്ലബ്ബുകളും എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ട് അവർക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നമ്മുടെ പാരൻസിന് നമ്മുടെ സപ്പോർട്ടില്ല. കാരണം ജോലി കിട്ടണം, കളി കഴിഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ ഭാവി എന്നുള്ളതിനെ പറ്റി കൂടുതൽ വ്യാകുലപ്പെടുന്നതുകൊണ്ട്
ഈ പ്രൊഫഷണലായിട്ട് അങ്ങനെ പോകാൻ മടിയായിരുന്നു. അതെ 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 അതെ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഫുട്ബോൾ കളിച്ച് അല്ലെങ്കിൽ ഒരു കളിക്കാരനായിട്ട് ഇങ്ങനെ ഇന്നത് നേടാമെന്നുള്ള ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ കളിക്കാറായിരുന്നു ഞങ്ങളുടെ കാലഘട്ടം. അതെ അതെ അതെ, ഇതിനെ കൊണ്ട് ഇതെല്ലാം നേടാൻ പറ്റും എന്നുള്ളൊരു ഉദ്ദേശമൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. കളിച്ച് വരിക ഞങ്ങളുടെ കാലഘട്ടത്തിലെ കളിക്കാർക്ക് കളിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ആനുകൂല്യം കിട്ടി. അപ്പോൾ ജോലിക്കുള്ളൊരു സാധ്യത വന്നു. ഞാൻ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് അതിനുള്ള സാധ്യത കുറച്ചും കൂടി നല്ലതുണ്ടായിരുന്നു. കാരണം ICF, റിസർവ് ബാങ്ക് ഇവരെല്ലാം ഞങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ പ്രീമിയർ ഏതൊരു കളി കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു പ്രൊഫഷണൽ കൊള്ളാം, ഈ ഫീൽഡിൽ നിന്നാൽ എനിക്ക് അവിടെ എത്താം, താങ്കളുടെ സന്തോഷ് ട്രോഫി 60കളിലെ സന്തോഷ് ട്രോഫി കഴിഞ്ഞതിന് ശേഷമാണോ? അല്ല, ഈ പ്രീമിയർ ടയർസ് ജോയിൻ ചെയ്യുന്നതോടുകൂടി ഈ കളിയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വന്നു. അന്ന് വേറെ ജോലിയൊന്നുമില്ല. ശരിക്കും പ്രീമിയർ ടയേഴ്സിൽ കയറിയതിന് ശേഷമാണ് താങ്കൾക്ക്? അതെ, തീർച്ചയായും അതോടുകൂടിയാണ് എൻ്റെ കളിയുടെ പുരോഗതി. ഞാൻ അവിടെ നിന്നാണ് ജൂനിയർ ഇന്ത്യയും സീനിയർ ഇന്ത്യയും എല്ലാം കളിക്കുന്നത്. പ്രീമിയർ ടയേഴ്സിൽ കളിക്കുന്ന സമയത്ത് തന്നെ അത് റഹ്മാൻ ഖാൻ്റെ ട്രെയിനിങ് ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം അത്രത്തോളം നല്ല ട്രെയിനിങ് കിട്ടി. അപ്പോൾ ഇന്ത്യൻ ക്യാമ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു ട്രെയിനിങ് എല്ലാം. അത്രത്തോളം ഹാർഡായിട്ടില്ല. കാരണം റഹ്മാൻ ഖാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടി. അതിൻ്റെ കൂടെ തന്നെ ഈ അഡ്വാൻറ്റേജ് വെച്ച് ഞാൻ 1972 കാലിക്കറ്റ് കേരള സന്തോഷ് ട്രോഫി കളിച്ചപ്പോൾ അന്ന് ഒരു ജൂനിയർ ടീമാണ് പോയിരുന്നത്. എൻ്റെ അതേ ഏജ് ഗ്രൂപ്പിൽ ഒരുപാട് പേരും 3-4 സീനിയർ കളിക്കാർ വെച്ചിട്ടായിരുന്നു ഗോവയിൽ പോയിരുന്നത്. അന്ന് ഗോവയിൽ വെച്ച് കേരളം വളരെ നിർഭാഗ്യം കൊണ്ടാണ് കേരളം അന്ന് സെമി ഫൈനലിലും ഫൈനലിലും എത്താൻ. നല്ല കളി കഴിഞ്ഞു. കാരണം കേരളം ബംഗാളിനായിട്ട് ഡ്രോ ആയി, മഹാരാഷ്ട്രനെ തോൽപ്പിക്കുകയും രാജസ്ഥാനെ തോൽപ്പിക്കുകയും അങ്ങനെ നല്ലൊരു പെർഫോമൻസ്. ആ പെർഫോമൻസിൻ്റെ കൂടെ തന്നെ എനിക്കുള്ള ഒരു പേരും പ്രസിദ്ധി അന്ന് വളരെയധികം വർദ്ധിച്ചു അവിടുന്ന്. കാരണം മഹാരാഷ്ട്രയായിട്ടുള്ള കളിയിൽ മഹാരാഷ്ട്ര കളിക്കുന്ന ടീമിൽ 11 പേരും ഇൻ്റർനാഷണൽ പ്ലെയേഴ്സായിരുന്നു. 11 പേരും ഇൻ്റർനാഷണൽ പ്ലെയർ, എല്ലാം ഇൻ്റർനാഷണൽ. ആ ഇൻ്റർനാഷണൽ ടീമിനോട് കേരളം ജയിക്കുകയായിരുന്നു. ആ ജയിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ബോളുകൾ സേവ് ചെയ്യുകയുണ്ടായി. ആ ബോൾ സേവ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പെർഫോമൻസാണ് എനിക്ക് ഇന്ത്യൻ ജൂനിയർ ടീമിലേക്ക് ഇന്ത്യൻ ജൂനിയർ ടീമിലേക്ക് വളരെ ഈസി ആയിട്ട് എനിക്ക് നടന്ന് കയറാൻ പറ്റുന്ന ഒരു മാതിരിയായിരുന്നു. റിലാക്സ് ചെയ്ത് അത്ര ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. എനിക്കായിട്ട് കാത്തിരിക്കുന്ന മാതിരിയായിരുന്നു അവിടെ സെലക്ഷൻ ട്രയൽസ് എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജൂനിയർ ഇന്ത്യൻ ടീമിൽ കളിച്ചു. ജൂനിയർ ഇന്ത്യ ടീമിൽ കളിച്ച് വന്നതോടുകൂടെ അടുത്ത മെർദേക്കാക്കി 73 സീനിയർ ടീമിൽ കളിച്ചു. ആദ്യമായിട്ട് താങ്കൾ ഇന്ത്യൻ ജേഴ്സി 1973 അതെ അതെ. ഒരു നല്ല ഗോളിയാവാൻ അയാൾക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഗോൾ കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് എന്ന് പറയും. മറ്റുള്ള കളിക്കാരന്മാർ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ ആ കളിക്കാരന് മെയിനായിട്ട് വേണ്ടത് ഒന്ന് ഡിറ്റർമിനേഷൻ, നല്ല നിശ്ചയദാർഢ്യം വേണം. പിന്നെ ഒന്ന് കോൺഫിഡൻസ് വേണം. പിന്നെ ഒന്ന് അവെയർനെസ്, എന്താണ് എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളൊരു ഇതുണ്ടാവും. അത് കാര്യമായിട്ട് വേണം. ശരിക്കും ഫുട്ബോൾ നല്ല ധൈര്യം വേണം ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ. കാരണം ഗോൾ കീപ്പർ ചില സമയത്ത് ഒരു ചെറിയ നിസ്സാര മിസ്റ്റേക്കിൽ ഒരു ഗോൾ വാങ്ങാനുള്ള അവസരം ഉണ്ടാവും. അതേ ഗോൾ കീപ്പർ ടീമിനെ സേവ് ചെയ്യാൻ മെയ്യും മനസ്സും ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് ഉണ്ടാവണം. അത് വളരെ ശരിക്കും ഒരു പന്ത് കളിയിൽ റഫറിയേക്കാൾ കൂടുതൽ നന്നായി കളി നിരീക്ഷിക്കുന്ന ആൾ ശരിക്കും ഗോളിനല്ലേ? തീർച്ചയായിട്ടും. ഒരു ഫുട്ബോൾ ഫീൽഡിനെ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് രണ്ട് ടീമിൽ കളിക്കുന്ന 2 ഗോൾ കീപ്പേഴ്സാണ്. അവരാണ് കളി കംപ്ലീറ്റ് എല്ലാവരും മൂവ്മെന്റ്സും ഫൗള് കളിക്കുന്നു ഇതൊക്കെ കറക്റ്റ് ആയിട്ടല്ലേ? റഫറിയേക്കാളും നന്നായിട്ട് കളി വാച്ച് ചെയ്യേണ്ട കൂടുതൽ അവർക്ക് അവരുടെ മുന്നിൽ കളിക്കുന്ന ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയും. ആ ഡിഫൻസിനെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടു നിർത്താനും അവർക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. കാരണം അവർക്ക് എന്താ സംഭവിക്കുന്ന അറിയില്ല. ബോളിന് പോകുമ്പം ഒരു പ്ലെയറിനെ അടുത്തുള്ള പ്ലെയർ നല്ല സപ്പോർട്ട് ചെയ്യാനുള്ള തിരിഞ്ഞു നോക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പം ആ ഗോൾ കീപ്പർ പിന്നെന്ന് അത് വിളിച്ച് പറഞ്ഞ് കറക്റ്റ് ചെയ്യാനുള്ള പൊസിഷനിൽ ചില സമയത്ത് റൈറ്റ് വിങ് ബാക്ക് എല്ലാം മുന്നോട്ട് ബോൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഭാഗം ഭയങ്കര വേക്കൻ്റ് ആവും. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നല്ല കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞത് ഗോൾ കീപ്പറുടെ ഭാഗത്താണ്. ഒരു ഫുട്ബോളിൻ്റെ നിർമ്മിതി ഗോളിയെ ശരിക്കും സ്വാധീനിക്കാറില്ലേ?
ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം 2010 ജംബുലാനി എന്ന് പറഞ്ഞ പന്ത് ഗോളികൾക്ക് ഒരു ഭീഷണിയായിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നു. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതാണ്. ഈ ഫുട്ബോൾ വേൾഡ് കപ്പിനെല്ലാം കളിക്കുന്ന ബോൾ വളരെയധികം എന്താ പറയുക ടെസ്റ്റിംഗ് എല്ലാം ചെയ്തതിന് ശേഷമാണ് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ വേൾഡ് കപ്പിന് കളിച്ച ബോളിൻ്റെ 450 ഗ്രാമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വെയിറ്റ്. 400 ജംബുലാനി എന്നുള്ള ബോൾ. കാരണം ഈ ബോളുകൾ ഇതിൻ്റെ കോട്ടിംഗ് ആണ് മെയിൻ. കാരണം ഈ സാധാരണ കളി നമ്മൾ ബോളിൻ്റെ ഈ മേലത്തുള്ള ലെയർ പോവും, 2-3 കളി കളിക്കും. അപ്പോൾ ആ ലെയറിനൊന്നും സംഭവിക്കാത്ത വിധത്തിൽ അതിനൊരു കോട്ടിംഗ് കൊടുത്തിരുന്നത്. അതിനാണ് വ്യത്യാസങ്ങൾ. ബാക്കിയുള്ളത് ഉള്ളിൽ ലെതർ, ബ്ലാഡർ കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിരിക്കും. പക്ഷേ ഈ മേലെ വരുന്ന കോട്ടിങ്ങിനാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചില വ്യത്യാസങ്ങൾ, ചിലപ്പോൾ ഈ ഒരു കുറച്ചും കൂടി ഷൈനിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഗോൾ കീപ്പർക്ക് അതിൻ്റെതായ ഈ ഫ്ലഡ് ലൈറ്റ് അടിക്കുമ്പം വല്ലാതെ കറങ്ങുന്ന ബോൾ. അപ്പം ഈ പ്രത്യേകിച്ച് ഈ ഗ്ലേസിങ്ങിൻ്റെ കൊണ്ടാണ് ഗോൾ കീപ്പർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പം ബോൾ വന്ന് കുറച്ച് മഞ്ഞുകളുടെ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ ഈ ബോളിൻ്റെ സ്പീഡ് ജാസ്തിയാവും. പക്ഷേ അതൊന്നും ഒരു കുറവായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ബോൾ ട്രെയിൻ ചെയ്ത് അത് അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള അവസരം അവർ കൊടുക്കും. ആ ഈ ബോൾ അവർ ടെസ്റ്റ് ചെയ്ത് ഈ ഓരോ രാജ്യത്തിനും അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് അപ്രൂവൽ വാങ്ങിക്കും. അപ്പോൾ ഈ ബോൾ അവിടെ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതല്ല, വേൾഡ് കപ്പിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോളല്ല അത്. താങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരം ഏതാണ്? അതായത് ഇനിയും വീണ്ടും കാണാൻ തോന്നുന്നൊരു മത്സരം? എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന നല്ലൊരു മത്സരം എന്ന് പറയുന്നത് വേൾഡ് കപ്പിന് ഇംഗ്ലണ്ട് വേഴ്സസ് ജർമ്മനി ആയിരുന്നു. കാരണം ഇംഗ്ലണ്ടിനെ എല്ലാവരും എഴുതി തള്ളിയ സമയത്തായിരുന്നു അവർ ജർമ്മനി വേൾഡ് കപ്പ് വിൻ ചെയ്യും എന്നെല്ലാം പറയുന്ന സമയത്ത് ജർമ്മനി ആയിട്ടുള്ള ഒരു മത്സരം അത്യുഗ്രമായ മത്സരമായിരുന്നു. കാരണം ഇഞ്ചോടിഞ്ച് പൊരുതി നിർഭാഗ്യവശാൽ ഒരു ഗോള് ഡിസലവ് ചെയ്ത് ഇംഗ്ലണ്ടിന് അനുകൂലമായിട്ടുള്ളൊരു ഗോൾ ലൈൻ കടന്നിട്ട് കൂടെ അത് അലൗ ചെയ്യാണ്ട് ഇംഗ്ലണ്ട് തോറ്റ കളി ലൈനിൽ തട്ടി തിരിച്ചു ബോൾ പുറത്തേക്ക് വന്നേ. അതെ. Change of mood. Defoe. Good challenge. Lampard! Oh, it's not over the line. Oh, he looked it, Clark. He looked it. Referee looked to the assistant, and the assistant kept his flag down. Play goes on, and it's Muller, and he's up snooze back there again. Mesut Ozil. Podolski to strike. Well, did England equalise there? Did Frank Lampard's shot bounce over the line? It certainly looked like it. He just loops it over Neuer. It's not even close. Not even close. Well, they didn't think it went over the line in 1966. That definitely went over the line by a yard. Look, everybody felt it. A huge injustice for